എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു 9 ന്യൂറോ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കി, കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് അവരെ ട്രിഗർ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, അവരെ ഒന്ന് ചിന്തിപ്പിക്കാവുന്ന, അവരെ സൈക്കോളജിക്കലി അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില എലമെൻറ്റുകൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന രീതിയാണ് ഈ ന്യൂറോ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു 9 കോൺസെപ്റ്റുകളാണ്. അതിൽ ഒന്നാമത്തത് ദ ഫ്രെയിമിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഞാൻ ഓരോന്ന് പറയുമ്പോഴും ചില പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൂടെ കാണിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 1% ഫാറ്റ് ആയിട്ടുള്ള ഫ്രൈസാണ് എന്ന് പറയുന്നതിനേക്കാൾ എഫക്റ്റീവാണ് എന്ത് 99% ഫാറ്റ് ഫ്രീ ഫ്രൈസ് എന്നുള്ളത്. അപ്പോൾ ഫ്രെയിമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റിനെ ഒരു ടാഗ് ലൈനായിട്ടോ ചില ഫ്രൈസായിട്ടോ ഒക്കെ കൊണ്ടുവന്ന് അവരെ ട്രിഗർ ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നാൽ ആളുകൾ കൂടുതലത് പെർസീവ് ചെയ്യും. 1% ഫാറ്റേ ഉള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ 99% ഫാറ്റ് ഫ്രീ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്നത്. അങ്ങനെയുള്ള ഫ്രെയിമുകൾ വഴി, അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, ഒരു വൺ ലൈനർ വേർഡുകളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള ഫ്രേസുകൾ വഴി ആളുകളിലേക്ക് എത്തുന്ന മെത്തേഡാണ് ദ ഫ്രെയിമിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദ അഫോർഡബിലിറ്റി ഇല്യൂഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അഫോർഡബിലിറ്റി ഇല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഒരു ജിം മെമ്പർഷിപ്പിൻ്റെ കാർഡ് കാണാൻ മെമ്പർഷിപ്പ് $350 അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന് പെർ ഇയർന്ന് കിട്ടുന്നതിനേക്കാൾ ഒരു ദിവസം ഇത്ര രൂപയെ വരുന്നുള്ളൂ, $1 അല്ലെങ്കിൽ ഒരു ദിവസം $1 ചിലവിൽ നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കാം എന്ന് പറയുന്ന രീതി. ഇന്നിപ്പോൾ നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റും കാണുമ്പോൾ EMI ഫെസിലിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. പലരും അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, അതായത് വലിയൊരു തുക കാണിക്കുന്നതിന് പകരം പെർ ഡേ ഇത്ര രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇന്നത് ലഭിക്കും, ദിവസം $5 ചിലവാക്കിയാൽ, ദിവസം $100 ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇന്നത് നേടാം എന്ന് പറയുമ്പോൾ ആ ചെറിയ എമൗണ്ടല്ലേ വരുന്നുള്ളൂ എന്നുള്ള ഫീല് വരുന്നു. അതാണ് ഈ അഫോർഡബിലിറ്റി ഇല്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ്. തേർഡ് വൺ ദ റൂൾ ഓഫ് 3. റൂൾ ഓഫ് 3 എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും 2 പ്രൊഡക്റ്റുകൾ കാണിക്കുന്നു, ഒരു ബിഗും ഒരു സ്മോളും കാണിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും നമ്മളിന്നിപ്പോൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ, സിനിമ കാണാൻ പോകുന്ന സമയത്ത് ബ്രേക്കിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് കാണുന്ന കാര്യമാണ്, എല്ലാ സ്ഥലത്തും പോപ്കോൺ ആയിക്കോട്ടെ ലാർജും മീഡിയം സ്മോളും ഉണ്ടാവും. അതിൻ്റെ ആ പ്രൈസിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ മീഡിയം കുഴപ്പമില്ല, മീഡിയം എടുക്കാം എന്ന് തോന്നുന്ന അവസ്ഥ വരും. അപ്പോൾ 3 ചോയ്സുകൾ കൊടുക്കുമ്പോൾ അതൊരു ഡിഫറൻസിയേഷൻ ഫാക്ടറായിരിക്കും പലപ്പോഴും. അതായത് ഒരു 100 രൂപയ്ക്ക് 75 രൂപയ്ക്ക് പിന്നെ 50 രൂപയ്ക്ക് എന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 75 രൂപയുടെ ഐറ്റവും എടുക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൻ്റെ ഒരു ഡിഫറൻസ് കാരണം മീഡിയത്തിന് ഏകദേശം ഹൈ വാല്യൂവിൻ്റെ തൊട്ടടുത്ത പ്രൈസ് ഉണ്ടെങ്കിൽ മീഡിയം എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ സ്റ്റാർബക്സിൽ $7, $6, $3. അപ്പോൾ $6 ഏകദേശം വലുതാണല്ലോ, അതും എടുക്കാമെന്ന് ചിന്തിക്കുന്ന പോലെ. ഇതാണ് ഈ റൂൾ ഓഫ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ പലപ്പോഴും ചീപ്പസ്റ്റ് ഓപ്ഷനിലേക്ക് ആയിരിക്കില്ല പോണത്, അവർ കുറച്ചും കൂടെ മിഡിൽ ലെവൽ ഓപ്ഷൻ കൂടുതൽ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 3 ഓപ്ഷൻ കൊടുക്കും, അതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. ദെൻ ഐക്കിയ ഇഫക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പീപ്പിൾ വാല്യൂ മോർ ഫോർ എന്താ പറയുക, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എഫേർട്ടിന്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒരു പ്രീമെയ്ഡ് ഷൂസ് വിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ ഷൂസ് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബർഗർ, നിങ്ങളുടെ സാൻഡ്വിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം എന്ന് പറയുന്ന സബ്വേയുടെ രീതി പോലെ. അത് ഐക്കിയ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. 5ാമത്തെ കാര്യം എന്താ, പവർ ഓഫ് ഫ്രീൻ്റെ ഒരു പവർ. എന്ത് കാര്യം ഫ്രീ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന അതിനോടുള്ളൊരു താല്പര്യം, ഒരു ഓവർ വാല്യൂ കൊടുക്കുന്ന അവസ്ഥ. ചില പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ ഇത്ര 5% ഓഫ് കൊടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ 5%-ന് തതുല്യമായ എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നു. ആ ഫ്രീ പലപ്പോഴും വലിയ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൽ കൊണ്ടുവരിക. 6ാമത്തെ കാര്യം എന്താ, കോൺട്രാസ്റ്റ് ഇഫക്റ്റ്. കോൺട്രാസ്റ്റ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് ഇൻഡിവിജ്വലി ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു വാച്ച് $1000 ഒരു വാച്ച് ഇൻഡിവിജ്വലി ഇരിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ $5000-$6000 ഒരു വാച്ചിൻ്റെ കൂടെ ഇതിരിക്കുമ്പോൾ ഇത് 1000 ഉള്ളൂ അല്ലേ, ഇത് വാങ്ങാം, ഇത് വർത്താണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ. അതായത് വില കൂടിയ ഒരു സാധനത്തിൻ്റെ കൂടെ വില കുറഞ്ഞ് കൊണ്ടുവയ്ക്കുമ്പോൾ വില കുറഞ്ഞത് എടുക്കാനുള്ള താല്പര്യം കൂടുന്നു, അതിൻ്റെ വാല്യൂ കൂട്ടി തോന്നുന്നു, കോൺട്രാസ്റ്റ് ഇഫക്റ്റ്. 7ാമത്തെ കാര്യം ദ പാരഡോക്സ് ഓഫ് ചോയ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്ത ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. അതിന് പകരം 3 ഓപ്ഷൻസ് അതെപ്പോഴും നല്ലതായിരിക്കും. ഒരു പ്രീമിയം, ഒരു മിഡിൽ ലെവൽ, ഒരു ലോ ലെവൽ. അപ്പോൾ അതിൽ നിന്ന് ആളുകൾക്ക് പിക്ക് ചെയ്യാനും സെലക്ട് ചെയ്യാനും എളുപ്പമുണ്ടാവും. അതാണ് പാരഡോക്സ് ഓഫ് ചോയ്സ്. 8ാമത്തെ കാര്യം ആങ്കറിങ് ബയസ്. ആങ്കറിങ് ബയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ജാക്കറ്റ്, അതിൻ്റെ പ്രൈസ് $99 എന്ന് പറയുന്നതിനേക്കാൾ $200 ആയിരുന്നു, ഇപ്പോൾ അത് കട്ട് ഡൗൺ ചെയ്ത് 99 എന്ന് പറയുമ്പോൾ, അതായത് ആ ഫസ്റ്റ് പ്രൈസ് നമ്മൾ കാണിക്കുന്നത് അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒറിജിനലി ഇത്രയായിരുന്നു, ബട്ട് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തോ ഭയങ്കര ഒരു വാല്യൂ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെന്നുള്ള ആ ഒരു പെർസെപ്ഷൻ കസ്റ്റമർക്ക് ഉണ്ടാകുന്നതാണ് ആങ്കറിങ് ബയസ്.
ആൻഡ് എൻഡോമെൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ഒരു സാമ്പിൾ കൊടുത്തിട്ട് ആ സാമ്പിളിൽ നിന്ന് പിന്നീട് ആളുകളെ കൺവേർട്ട് ചെയ്യുന്ന രീതി. ഇപ്പോൾ ആമസോൺ പ്രൈമൊക്കെ പലപ്പോഴും ആദ്യം ഒരു ഫ്രീ കൊടുക്കുന്നു, ഫ്രീ ട്രയൽ കൊടുക്കുന്നു. ആ ഫ്രീ 30 ദിവസത്തെ ട്രയൽ പല പ്രൊഡക്റ്റുകൾ നമ്മൾ കാണാറുണ്ട്, പല സോഫ്റ്റ്വെയർസ് അങ്ങനെയുള്ളതൊക്കെ. അത് ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ ആളുകൾ അതിനോടൊരു ഓണർഷിപ്പ് ഫീൽ ചെയ്യുന്നു, വാങ്ങുന്നു. ഇതാണ് ഈ എൻഡോമെൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ന്യൂറോ മാർക്കറ്റിങ്ങിൽ വളരെ വിജയിച്ചിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ്. നമുക്കിത് ഇതുപോലെ തന്നെയോ അല്ലെങ്കിൽ ചെറിയ കസ്റ്റമൈസേഷൻ വരുത്തിയൊക്കെ എടുക്കാവുന്ന പല കോൺസെപ്റ്റുകളാണ്. എന്തായാലും ആളുകളിലേക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഇഫക്റ്റുകൾക്കൊക്കെ ഒരു വാല്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.